പോകുന്നതാണ് വാഷി ടേപ്പ്. അപ്പോൾ ഇങ്ങനത്തെ കുറെ ക്രാഫ്റ്റ് വീഡിയോസ് വരും, അത് നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ തുടങ്ങണ മുമ്പേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് വേണം എന്നുള്ള സാധനങ്ങളാണ് രണ്ട് സ്ട്രിപ്പ് പേപ്പർ. അത് ഓൾറെഡി ഒരു പേപ്പറിന്റെ ഒരു പകുതി സ്കെയിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുക, എന്നിട്ട് അതിനെ രണ്ടെണ്ണത്തിനും പകുതി ആക്കിയിട്ട് വെട്ടി എടുക്കാം. എന്നിട്ട് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം. ഞാനിവിടെ ഒരു പിങ്ക് ഹൈലൈറ്റർ വെച്ചിട്ട് ഒറ്റ സൈഡ് ചെയ്താൽ മതി. എന്നിട്ട് ഒരു പെൻ വെച്ചിട്ട് കുറച്ച് ഡോട്ടൊക്കെ ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ രണ്ട് സ്ട്രിപ്പ് ഓഫ് പേപ്പർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒട്ടിച്ച് വെക്കണം കേട്ടോ, എന്നാലത് മര്യാദയ്ക്കാവുള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ മറക്കാം. അപ്പോൾ ഞാനിത് ഒരു റെയിൻബോ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ആണെങ്കിൽ ചെയ്യാം കേട്ടോ. നേരെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾക്ക് ഇത്രയും ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സ്ട്രിപ്പ് ഓഫ് പേപ്പർ വെച്ചിട്ട് എത്ര ആണെങ്കിലും ഉണ്ടാക്കി ചെയ്യാം. ഇതിപ്പോ ഇത്രയും മതി നമ്മൾക്ക്. ഇനി വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ, അപ്പൊ അതാണ് ചെയ്തതാ. ഈ രണ്ട് സ്ട്രിപ്പ് ഓഫ് പേപ്പർ ഇത് ഇങ്ങനെ ഒരെണ്ണം വലുതായാലും ഒരെണ്ണം ചെറുതായാലും കുഴപ്പമില്ല. ബിക്കോസ് നമ്മൾ ചെറുത് മുതലാണ് റോൾ ചെയ്ത് വലുതിലോട്ടാക്കേണ്ടത്. എന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പേപ്പർ ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ഫിറ്റ് ആവുന്ന ഇങ്ങനത്തെ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ പേപ്പറും കട്ട് ചെയ്യാം. അതായാലും കുഴപ്പമില്ല, ഇങ്ങനെ രണ്ടും സെയിം ആണെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഇത് ഡിസൈൻ ചെയ്ത് കളർ ചെയ്തിട്ട് കാണാം. ബിക്കോസ് ബോർ അടിക്കുന്നത് എന്തിനാണ് ശരി. അപ്പോൾ നേരെ ചെയ്തിട്ട് നമുക്ക് കാണാം. 2 hours later. അപ്പോൾ നമുക്കിതൊന്ന് റോൾ ചെയ്യണം, കുറച്ച് സമയം എടുക്കും. അപ്പോൾ എന്നിട്ട് ഞാൻ ഇതുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ അപ്പോൾ ഫസ്റ്റ് ആണെങ്കിൽ നമ്മൾ സാധാരണ പേപ്പർ എന്നിട്ട് നമ്മളത് മടക്കും. ഒരു പ്രാവശ്യം മടക്കിയാൽ മതി. ഇങ്ങനെ ഏത് ഷേപ്പിലാണ് വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല ഇത്. അപ്പം ഫസ്റ്റ് ആണെങ്കിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളിങ്ങനെ മടക്കി ഒരു പ്രാവശ്യം, എന്നിട്ട് നമ്മളാണെങ്കിൽ ആ സൈഡിൽ നിന്ന് നമ്മളിതാ ഇത് ഇത് മടക്കി അവിടെ നിർത്ത് കട്ട് ചെയ്യണം. എന്നിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് നമ്മൾ എടുത്തു. നമുക്കിപ്പോ ഇത് ഇവിടെ ഒന്നുണ്ടാക്കിയിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പ് എടുത്തിട്ട് രണ്ട് സൈഡ് മാത്രം ആക്ച്വലി ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡ് മാത്രം ഫസ്റ്റ് ടേപ്പ് ഒട്ടിച്ച് വെക്കണം. അത് ഉണ്ടാക്കിയിട്ട് സ്ക്വയർ ഷേപ്പ്. എന്നിട്ടാണെങ്കിൽ എന്നിട്ട് ടേപ്പ് എടുത്ത് ഉള്ളിൽ വെക്കും. എന്നിട്ടാണ് മറ്റേ രണ്ട് സൈഡും ടേപ്പ് ഒട്ടിക്കണം. പിന്നെ പാടാണ് സെലോ ടേപ്പ്. ചെയ്താ കണ്ട വേണമെങ്കിൽ 3 സൈഡ് ചെയ്യും, ഇവിടെയും ഇവിടെ. എന്നിട്ടാണെങ്കിൽ ഇതാ ഇവിടെ ഫസ്റ്റ് ഇത് വെച്ചിട്ടാണ് ടേപ്പ് ഇങ്ങനെ ഒട്ടിക്കും. ടേപ്പ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒന്നതാ ഒരു ബ്ലൂ വണ്ണം പിന്നെ ഒരു പിങ്ക് വണ്ണം ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കേറില്ല. നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് കോമെന്റും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ.